മാതൃഭൂമിയിൽ ഈയിടെ വന്നൊരു ചെറിയ വാർത്തയാണ് ഞാനിത് പറയാനുള്ള കാരണം. ഒരേ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചാലും ചിലപ്പോൾ മനസ്സുകൾ തമ്മിൽ അകലാം. ഒരിക്കൽ സ്നേഹത്തോടെ സംസാരിച്ചവർ പിന്നീട് പരസ്പരം സംസാരിക്കാതെയാകാം. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും പതുക്കെ വലിയ അകലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണയായി തോന്നിയാലും ആ ബന്ധത്തിനുള്ളിൽ ഒരാൾ അനുഭവിക്കുന്ന വേദനയും ഒറ്റപ്പെടലും മറ്റൊരാൾക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ഇത്തരം കുടുംബ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. NCRBയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തവരിൽ വലിയൊരു വിഭാഗം വിവാഹിതരായിരുന്നു. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പരസ്പരം സംസാരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. എന്നാൽ ഒരു നല്ല ബന്ധത്തിന് ഏറ്റവും ആവശ്യം വലിയ കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് സമയം, കുറച്ച് സ്നേഹം, പിന്നെ നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മിണ്ടാതെ ഇരുന്ന് അകന്നു പോകുന്നതിന് പകരം പരസ്പരം സംസാരിക്കുക. കഴിയുന്നില്ലെങ്കിൽ വിശ്വസിക്കുന്ന കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കുക. ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായവും തേടാം. എല്ലാ ബന്ധത്തിലും പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഒരു പ്രശ്നത്തിനും ജീവിതത്തേക്കാൾ വലിയ വില നമ്മൾ കൽപ്പിക്കരുത്. അതുകൊണ്ട് ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചറിയുന്നതിനേക്കാൾ നല്ലത് അവർ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവരെ മനസ്സിലാക്കുക എന്നതാണ്.